ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ട് പരീക്ഷകളുടെ കാലം അല്ലേ. ഈ പരീക്ഷയിൽ അഥവാ ഓണപ്പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന, ഒരുപാട് തവണ ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനിയും ഈ ഒരു പരീക്ഷയ്ക്കും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടെ സെറ്റാക്കുന്നത്. ഏതാണ് ആ മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ? ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് വിടണം. മറക്കാതെ അത് ചെയ്തോളണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയാലും ഒന്ന് ചെയ്തേ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം ഞാനൊന്ന് വായിച്ചുതരാം. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ചുറ്റളവ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം കേട്ടോ. സംഭവം എന്താ? ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കുക. എന്താ ക്വസ്റ്റ്യൻ? ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 4 cm മോർ ദാൻ ദ ബ്രെഡ്ത്ത്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 32 cm. എന്താ പറയുന്നത്? ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 cm കൂടുതലാണ്. ചതുരത്തിന്റെ ചുറ്റളവ് 32 ആണ്. ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 32 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് പറയുന്നത് എന്താ? വീതി എക്സ് ആയാൽ നീളം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ചതുരം ഓല് പറഞ്ഞ മാതിരി ഒരു റെക്ടാംഗിൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ റെക്ടാംഗിൾ എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ റെക്ടാംഗിളിൽ ഓല് പറഞ്ഞിട്ടുണ്ടത് എന്താ? ചോദ്യത്തിൽ നോക്ക്. ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് എക്സ്. ഏതാ ബ്രെഡ്ത്ത്? അതായത് വീതി. വീതി എന്ന് പറയുന്നത് ഈ നീളത്തിനാണ്, ഈ ലെങ്ത്തിനാണ് നമ്മൾ എന്താ പറയുക? വീതി എന്ന് പറയാം. അപ്പോൾ അത് ഓല് പറഞ്ഞിട്ടുണ്ട് എക്സ് എടുക്കാൻ. പറഞ്ഞ പോലെ ചെയ്യാം. ഓല് എക്സ് എടുക്കാൻ പറഞ്ഞു, നമ്മൾ എക്സ് എടുത്തു. നമുക്ക് നോക്കാം അല്ലേ. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ലെങ്ത്ത്? ലെങ്ത്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വീതി എക്സ് ആയാൽ നീളം എന്ത്? ഇവിടെ ചോദ്യത്തിൽ വ്യക്തമായിട്ട് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ 4 cm മോർ ദാൻ ദ ബ്രെഡ്ത്ത്. നീളം വീതിയേക്കാൾ 4 cm കൂടുതലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. വീതിൻ്റെക്കാൾ 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ 4 കൂട്ടുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ വീതി നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പറഞ്ഞു എക്സ് എടുക്കാൻ. അപ്പോൾ എക്സ് എടുത്തതിന് ശേഷം അതിനേക്കാൾ 4 കൂടുതൽ എന്ന് പറയുമ്പം ഇവിടെ ഒരു 4 കൂട്ടിയാൽ മതി. ആ എക്സിനോട് 4 കൂട്ടടാ. അപ്പം എക്സ് പ്ലസ് 4. അപ്പം എന്താണ് നീളം എന്ന് ചോദിച്ചാൽ വീതി എക്സ് എടുക്കുക, ബ്രെഡ്ത്ത് എക്സ് എടുക്കുകയാണെങ്കിൽ ലെങ്ത്ത് എന്തായിരിക്കും? എക്സ് പ്ലസ് 4. സെറ്റ്. സിമ്പിളല്ലേ? എന്ത് എളുപ്പമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ അതിൽ ചതുരത്തിൻ്റെ നീളവും വീതിയും കാണാം. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. ഇവിടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് നീളവും വീതിയും കണ്ടുപിടിക്കാൻ അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താടാ ഹിൻഡ് എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഹിൻഡ് ഇതാ 32 cm ആണ്, അഥവാ 32 cm ആണ് നമ്മുടെ എന്ത്? ചുറ്റളവ്. ചുറ്റും കൂട്ടിയാൽ എത്ര കിട്ടും? പെരിമീറ്റർ. അതാണ് നമ്മുടെ ചുറ്റളവിലെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അത് 32 ആണ്. അപ്പോൾ അത് മുഴുവൻ കൂട്ടണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നീളം ഇത് എക്സ് ആണ്. അപ്പോൾ ഇതും എന്തേ വരത്തുള്ളൂ? എക്സേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇതും എന്താ വരിക? ഇത് എക്സ് പ്ലസ് 4 ആണെങ്കിൽ ഇത് എത്ര വരത്തുള്ളൂ? എക്സ് പ്ലസ് 4 വരത്തുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അല്ലേ. മോൾക്കുള്ളതേ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്നൊക്കെ അല്ലേ അറിയാവുന്നതാണ് അല്ലേ. ഇത് ഈ 4 സൈഡ്സും കൂടെ കൂട്ടിയാലാണ് നമ്മുടെ പെരിമീറ്റർ കിട്ടുക, ചുറ്റളവ് കിട്ടുക. ആ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് എന്ത് ചെയ്യുന്നത്? ആ ചുറ്റളവ് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത്രയാണ് 32 ആണ്. അപ്പോൾ ഇത് 4 കൂടെ കൂട്ടുമ്പോൾ 32 എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ. ഇവിടെ ഒരു എക്സ് പ്ലസ് 4 പ്ലസ് അടുത്തത് എക്സ് പ്ലസ് 4 പാടെ ആഡ് ചെയ്യാണ് കേട്ടോ. എക്സ് പ്ലസ് 4 പ്ലസ് എക്സ്. കണ്ടോ? ആ 4 കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ പെരിമീറ്റർ ആയി. അത് എത്രയാണ്? ചുറ്റളവ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? സീക്വൽ ടു 32. അപ്പോൾ സീക്വൽ ടു 32 കൊടുക്കുക. റെഡി ആണല്ലോ. ആ സീക്വൽ ടു 32 കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്ക് എത്ര എക്സുകൾ നോക്ക്. 1x 2x 3x 4x. എക്സിൻ്റെ വില കണ്ടുപിടിക്കുകയാണ്. അതാണോ മെയിൻ പണി. അപ്പോൾ 4x ഉണ്ട് കേട്ടോ. അപ്പോൾ 4x. എക്സ് ഇല്ലാത്ത നമ്പറോ? 4 4 എത്രയാടോ? 8. സീക്വൽ ടു അപ്പുറത്തുണ്ട് 32. എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? എക്സിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കുക. എക്സ് അല്ലേ, ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ അറിയോ? ഈ +8നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി പോവും? മൈനസ് ആയി പോകും കേട്ടോ. അപ്പോൾ +8 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി. 4x സീക്വൽ ടു 32 - 8. 32 - 8 പോയാൽ എത്രടാ? 24 ആൻസർ അല്ലേ. ആൻസർ അല്ല, 32 - 8 പോയാൽ 24 ആണ്. അപ്പം ഞാൻ കാണിച്ചാൽ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടുന്നത് നോക്ക്. 4x സീക്വൽ ടു 24. എത്ര വരുന്നത്? 24. എക്സിൻ്റെ വില സിമ്പിളായി കിട്ടാൻ ഈ എക്സിനെ ഒറ്റയ്ക്ക് നിർത്തുക. ഈ 4നെ ഇവിടുന്ന് പിടിച്ചോ. അതാ
താഴേട്ട്. അപ്പം താഴോട്ട് വന്ന് കിടക്കും. അപ്പം എന്ത് വരും? ദേ നമ്മുടെ ഉത്തരം എക്സിൻ്റെ വില 24/4. 24 എത്ര? 4 ഉണ്ടറാ, 6 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്? 6 എണ്ണം. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ആൻസർ 6. എക്സ് നമ്മൾ എന്തായിട്ട് എടുത്തിരുന്നത്? ഇതാ ഈ വീതിയാണ്, ബ്രെഡ്ത്താണ് നമ്മൾ എടുത്തത്. അതിനേക്കാളും ഒരു 4 കൂടുതലായിരിക്കും എന്ത്? നമ്മുടെ നീളം അല്ലേ, ലെങ്ത്ത്. അപ്പം ഞാൻ എങ്ങനെ എഴുതാം? ഇതാ വീതിയാണ് നമ്മൾ എന്തെടുത്തത്? എക്സ് എടുത്തത്. അത് നമുക്ക് കിട്ടി ഇവിടെ 6 അല്ലേ. എത്ര കിട്ടിയത്? 6 അല്ലേ. എക്സ് എടുത്തത് എത്ര കിട്ടിയത്? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നീളം എന്ന് പറയുന്നത് എന്താണ്? അതിനേക്കാൾ എക്സിനേക്കാൾ ഒരു 4 കൂട്ടുക. അപ്പോൾ 6നോട് 4 കൂട്ടുക. അതേ നമുക്ക് കിട്ടി 10 സെൻറ്റിമീറ്റർ. ഒരേ പൊളി. സെറ്റാക്കിക്കോ. ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതുപോലൊരു മോഡൽ ക്വസ്റ്റ്യന് ഞാൻ അടുത്ത നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. റെഡിയാണോ എല്ലാവരും പഠിക്കാൻ? റെഡിയാണെങ്കിൽ ഇതാ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാ കാണാം. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? നേരത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പഠിച്ചു വെച്ചോ. ചോദ്യം ചോദിക്കും. ചോദിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ് ചോദിക്കും. പിന്നെന്താ ചോദിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നത്? ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുക? കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചോദ്യം ഒന്ന് വായിച്ചാൽ എന്താ ക്വസ്റ്റ്യൻ നോക്ക്. നേരത്തെ പോലെ വായിക്കാം. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 4 സെൻറ്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ മാതിരി തന്നെ എന്ത്? 4 സെൻറ്റിമീറ്റർ കൂടുതലാണ് ബ്രെഡ്ത്തിനായിട്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് കിട്ടും ലെങ്ത് എന്താണ്, ബ്രെഡ്ത്ത് എന്താണ്, നേരത്തെ അതേപോലെ തന്നെ. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ പെരിമീറ്റർ 84, ചുറ്റളവ് 84 നേരത്തെ മാതിരി തന്നെ ഒരു ചുറ്റളവും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോ. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ട് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്താണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ അധികം ആലോചിക്കേണ്ട. നീളം പ്ലസ് വീതി എന്താണെന്ന് ചോദിച്ചാൽ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 84ൻ്റെ ഹാഫ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. 84ൻ്റെ ഹാഫ് എത്രയാടാ? 42 സെൻറ്റിമീറ്റർ. ശരിക്കും എങ്ങനെയത് വരുന്നതെന്നറിയോ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ചുറ്റളവിൻ്റെ സമവാക്യം അറിയാലോ. 2 × നീളം അല്ലേ, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് വീതിയാണ്. അതെത്രയാണ്? 84. ആ 84ൻ്റെ അടുത്തേക്ക് ഈ 2 ഇങ്ങോട്ട് പോകുമ്പം /2 ആണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ /2 അവിടെ വരുന്നത്. അങ്ങനെ അത് 42 ആവുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചേക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവിടെ ലെങ്ത്ത് എന്ന് പറയുന്നതും ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും കൂട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെരിമീറ്റർ പെരി ചുറ്റളവ് 84 ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ചുറ്റളവിൻ്റെ പകുതി 84ൻ്റെ പകുതി 42. അതായിരിക്കും നീളവും വീതിയും കൂട്ടിയാൽ കിട്ടുക അല്ലേ. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് അഥവാ നീളം പ്ലസ് വീതി എന്താണ്? 42. ഇത് വെച്ചിട്ട് നമുക്ക് നീളം വീതിയും കണ്ടുപിടിക്കാനും പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവർ പറഞ്ഞ മാതിരി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോവാണ്. നേരത്തെ പോലെ തന്നെ ഞാൻ റെക്റ്റാങ്കിൾ വരച്ചു. റെഡിയാണോ? ഇവർ പറഞ്ഞ മാതിരി ഇവിടെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് കാണിച്ചാൽ നോക്ക്. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 4 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ. വീതിൻ്റെക്കാളി 4 കൂടുതലാണ് ലെങ്ത്ത് അല്ലേ. വീതി എത്രയാണോ അതിനായിട്ട് 4 കൂടും നമ്മുടെ ലെങ്ത്ത്, നീളം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ വീതി അല്ലേ, വീതി അതായത് ബ്രെഡ്ത്ത് ഞാൻ എക്സ് കൊടുക്കാം. അതിനെക്കാട്ടി 4 കൂടുതലാണ് നീളം. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ 4 കൂട്ടുക, ആഡ് ചെയ്യുക അല്ലേ. അത് സിമ്പിളാണടാ. ഇനി നേരത്തെ നമ്മൾ ചുറ്റുള്ള അളവ് എടുത്തിട്ട് ഇവിടെ x+4 എടുത്തു, ഇവിടെ എക്സ് എടുത്തു, എന്നിട്ട് ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ എന്ത് കിട്ടും? 84 കിട്ടും. അങ്ങനെ ചെയ്താലും മതി. ഇനി അതല്ല, നീളം വീതിയും കൂട്ടിയാൽ 42 എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതും കൂട്ടിയിട്ട് 42 എന്ന് എഴുതി വെച്ച് എക്സിൻ്റെ വില കണ്ടുപിടിച്ചാലും മതി. ഏത് വഴിയാണ് നിങ്ങൾക്ക് ഇഷ്ടം? നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. എന്നാൽ പിന്നെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട അല്ലേ. ഓക്കെ, ശരിക്കും നീളവും വീതിയും കൂട്ടി 42 എന്ന് എഴുതി കഴിഞ്ഞ് എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതി. അപ്പം നേരത്തെ പോലെ തന്നെ ചെയ്യാം. എന്നാൽ പിന്നെ കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ x+4 എഴുതാ, ഇവിടെ എക്സ് എഴുതാ. ഒക്കെ കൂടെ കൂട്ടുമ്പോൾ ഇവർ പറയുന്നുണ്ട് എത്രയാണ്? 84ആണ് നമ്മുടെ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഒക്കെ പാടെ കൂട്ട്. അപ്പം കൂട്ട്. അപ്പം x+4 പ്ലസ് എക്സ് പ്ലസ് x+4 ഒരാളും കൂടെ അല്ലേ, പ്ലസ് എക്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുടാ? 84. അതാണ് നമ്മുടെ പെരിമീറ്റർ. ഓൾറെഡി ഓല് ചോദ്യത്തിൽ തരും കേട്ടോ. ചുറ്റളവ് എത്രയാണെന്ന് ഓല് തരും. 84 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഒന്ന് കൂട്ടി നോക്കല്ലേ നമുക്ക്.
1x 2x 3x 4x 4x കൂട്ട് ഇതാ 4ഉം 4ഉം 8 അപ്പുറത്ത് 84 റെഡിയാണല്ലോ. ഓരോരുത്തരെ പറഞ്ഞയച്ച് എക്സിനെ ഒറ്റയ്ക്കാക്ക്. +8 അങ്ങോട്ട് പോയി. +8 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും -8 ആയിട്ട് മാറും. ബാക്കിയൊക്കെ നേരത്തെ പോലെ തന്നെ കേട്ടോ. 4x അവിടെ ഉണ്ട്. 84 - 8 അല്ലേ. 84ന്ന് 8 കുറച്ചാത്രടാ. 8 കുറച്ചാൽ 76 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതി തരാം. ഇതാ കണ്ടോ, അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നത് 4x = 76. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ സിമ്പിൾ അല്ലേ. ദാ ഈ 4നെ പിടിച്ചിട്ട് താഴേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 76/4. അപ്പോൾ എക്സിൻ്റെ വില കിട്ടൂലടാ. 76ൽ എത്ര 4 ഉണ്ട്? 80ൽ 4 20 എണ്ണാണെങ്കിൽ 76ൽ 19 എണ്ണം ഉണ്ടാവും. ദേ നമ്മുടെ തരം ഒരേ പൊളി 19 സെറ്റാണോ? അപ്പം അങ്ങനെയാണെങ്കിൽ നീളം 19 എക്സിൻ്റെ വില നമുക്ക് കിട്ടിയില്ലേ. എക്സിൻ്റെ വില നമുക്ക് കിട്ടിയിടും. എക്സ് നമ്മൾ എന്തായിട്ട് എടുത്ത് നമ്മളെ വീതിയാണ് കേട്ടോ. വീതിയാണ് നമ്മൾ എക്സ് എടുത്തത്. അത് 19 കിട്ടിയെങ്കിൽ നീളം എന്ന് പറയുന്നത് എന്താണ്? ആ എക്സിനോട് ഒരു 4 കൂട്ടുക അല്ലേ. ചോദ്യത്തിൽ പറഞ്ഞില്ലേ 4 കൂടുതലാണെന്ന്. അപ്പോൾ 19 + 4 അപ്പോൾ 23. അപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ 19 നമ്മുടെ ചതുരത്തിൻ്റെ വീതിയും അതുപോലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 23 സെൻറ്റിമീറ്റർ ഇടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് സെക്ഷനിലെ ഫീഡ്ബാക്കുകളെല്ലാം കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് അടുത്ത ക്ലാസ്സുകളിലേക്ക് ഞങ്ങൾക്ക് ഇടാനുള്ള ഊർജ്ജം. പിന്നെ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരീക്ഷ നമുക്ക് അടിച്ച് പൊളിച്ച് തകർത്ത് ഒരേ പൊളിയാക്കിയിട്ട് എഴുതണ്ടേ. അപ്പോൾ വീണ്ടും ക്ലാസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയുള്ള ക്ലാസ്സുകൾ വരത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.